ഗുഡ് മോർണിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും തിരികെ വാർത്തകളിലേക്ക്. സൈബർ ക്രിമിനലുകളെ പൂട്ടാനൊരുങ്ങുകയാണ് കേരള പോലീസ്. ടെലഗ്രാം വഴി മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രൂപ്പുകൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും നടപടി കർശനമാക്കാനാണ് തീരുമാനം. ടെലഗ്രാമിൽ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വിൽപ്പന നടത്തുന്ന മലപ്പുറം വള്ളിക്കുന്ന് സ്വദേശി നിതിൻ മോഹൻദാസിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുകളുമായി കൂടുതൽ യുവതികൾ രംഗത്തെത്തി. നിലവിൽ നിതിൻ മോഹൻദാസിനെതിരെ താനൂർ, പരപ്പനങ്ങാടി, മാഹി, ബേപ്പൂർ, കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് എന്നിവിടങ്ങളിലാണ് കേസുകളുള്ളത്. കേസിൽ കൂടുതൽ സൈബർ വിദഗ്ധരെ ഉൾപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. ഷാദ് റഹ്മാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷാദ്, നിതിന്റെ കാര്യത്തിൽ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ഇന്നലെ പുറത്തുവരികയും ചെയ്തു, റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഇതിൽ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും പോലീസിന്റെ നിഷ്ക്രിയത്വം എത്രത്തോളമായിരുന്നു എന്നുള്ളതും കണ്ടതാണ്. ഇനിയിപ്പോൾ സൈബർ ക്രിമിനലുകളെ മൊത്തത്തിൽ പൂട്ടാനുള്ള ഒരു നീക്കം കേരള പോലീസ് നടത്തുന്നു വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് അന്വേഷണം ഉദ്ദേശിക്കുന്നത്? ശ്രുതി, റിജിത്ത, നമുക്കറിയാം സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടർ പുറത്തു വിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഈ നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ആസൂത്രണം ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതും സാധാരണഗതിയിൽ എവിടെങ്കിലും നിന്നും എടുത്ത ഫോട്ടോകളല്ല, സ്വന്തം കുടുംബത്തിൽ നിന്നും, അയൽവാസികളിൽ നിന്നും, സുഹൃത്തുക്കളിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള ഫോട്ടോകളാണ്. അതായത് അമ്മയുടെ സഹോദരി, പ്രായമുള്ള ആളുകൾ, ഒപ്പം തന്നെ സ്വന്തം സഹോദരി ആയിട്ടുള്ള ആളുകൾ, ഒപ്പം തന്നെ സുഹൃത്തുക്കൾ, രക്തബന്ധത്തിലുള്ള ആളുകൾ, അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ വിഭാഗത്തിലുമുള്ള പെൺകുട്ടികളുടെ ഫോട്ടോകളാണ്. അതിൽ പ്രായ വ്യത്യാസമില്ല. 5 വയസ്സ് മുതൽ അങ്ങ് 45 വയസ്സ് വരെയുള്ള ആളുകളുടെ ഫോട്ടോകളൊക്കെ തന്നെ ഈ ഗ്രൂപ്പുകളിലുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം തന്നെ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം. അപ്പോൾ സംഭവവുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫോൺ ആദ്യം പിടിച്ചെടുത്തു, പിന്നീട് രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ആ ഫോൺ കൊടുക്കുന്നു, പിന്നീട് നിരന്തരം പെൺകുട്ടികൾ പരാതി നൽകുന്നു. ഏറ്റവും ഒടുവിൽ നമ്മൾ വാർത്ത ചെയ്തതിന് പിന്നാലെയാണ് പോലീസ് ഇപ്പോൾ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നലെ സ്പെഷ്യൽ സൈബർ ടീം വിദഗ്ധർ ഇന്നലെ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അനുസരിച്ച് ഈ നിതിന്റെ നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ വാർത്ത ഇന്നലെ നമ്മൾ പുറത്തുവിട്ടതിന് പിന്നാലെ നിരവധി പെൺകുട്ടികളാണ് ഇത്തരത്തിൽ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ തങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്, തങ്ങളും ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നമ്മളെ വിളിക്കുകയും നമ്മളെ ബന്ധപ്പെടുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടികളൊക്കെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ പെൺകുട്ടികൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. കാരണം സാന്ദ്ര എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലോട് കൂടിയിട്ടാണ് ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് വലിയ ഭയം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാർത്ത പുറത്തു വരികയും സാന്ദ്രയെ പോലെയുള്ള പെൺകുട്ടികൾ വളരെ ധൈര്യത്തോടു കൂടി പുറത്തു വന്ന് ഇതൊക്കെ പറയുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ പെൺകുട്ടികളും കുടുംബങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ നൽകാൻ തയ്യാറായിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. ഒപ്പം തന്നെ കോഴിക്കോട് ടൗൺ സൈബർ പോലീസിൽ പരാതിയുണ്ട്. ഒപ്പം തന്നെ പരപ്പനങ്ങാടി, താനൂര്, മാഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ സമാനമായിട്ടുള്ള യുവാവിനെതിരെ പരാതിയുണ്ട്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഈ നിതിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. നിരവധി സിം കാർഡുകളാണ് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ, അപ്ഡേറ്റുകൾ, പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലുകളൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ റിപ്പോർട്ടറിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഷാദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.